പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷം നീറ്റ് അപ്ലിക്കേഷന് വേണ്ടി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ട വിദ്യാർത്ഥിയുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സ് ആൻഡ് തമ്പ് ഇംപ്രഷൻ്റെ 200 KB താഴെയുള്ള, അതായത് 10 KBക്കും 200 KBക്കും ഇടയിലുള്ള JPEG ഫയൽ ഫോർമാറ്റിലുള്ള ഒരു ഇമേജ് എങ്ങനെ ഉണ്ടാക്കും എന്നതാണ് ഈ ഒരു വീഡിയോയിൽ ചിത്രീകരിക്കുന്നത്. അതിനായി നിങ്ങൾ ആദ്യം ഒരു ക്ലിപ്പ് ബോർഡിലോ മറ്റോ ഒരു വൈറ്റ് A4 പേപ്പർ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് വൈറ്റ് പേപ്പറിൽ ഇടതുവശത്ത് താഴെയായി ലെഫ്റ്റ് ഹാൻഡ് എന്നും വലതുവശത്ത് റൈറ്റ് ഹാൻഡ് എന്നും എഴുതി വെക്കുന്നത് ഉചിതമാണ്. ഇനി വേണ്ടത് ആവശ്യത്തിന് ഇങ്ക് അടങ്ങിയിട്ടുള്ള ഒരു സീൽ പാഡ് അല്ലെങ്കിൽ സ്റ്റാമ്പ് പാഡ് ആണ്. ബ്ലൂ കളർ ഇങ്ക് അടങ്ങിയിട്ടുള്ള സ്റ്റാമ്പ് പാഡ് ഉപയോഗിക്കുന്നതാണ് ഉചിതം. ബ്ലാക്ക് കളറും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ചെയ്യേണ്ടത് സ്റ്റാമ്പ് പാഡ് കൃത്യമായിട്ട് എവിടെയെങ്കിലും പ്ലേസ് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് വിദ്യാർത്ഥിയുടെ കൈകൾ, പ്രത്യേകിച്ചും ഫിംഗർ ടിപ്പ് ഏരിയ വൃത്തിയുള്ളതാണോ എന്ന് പരിശോധിക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു ഹാൻഡിലെ ഫിംഗേഴ്സ് ആൻഡ് തമ്പ് 1 by 1 ആയി സ്റ്റാമ്പ് പാഡിൽ പ്രസ് ചെയ്യുക. ഞാനിവിടെ ലെഫ്റ്റ് ഹാൻഡാണ് ആദ്യം ഉപയോഗിച്ചത്. വലിയൊരു സ്റ്റാമ്പ് പാഡ് ആണെങ്കിൽ എല്ലാ വിരലുകളും ഒരുമിച്ച് ഇങ്കിൽ പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇവിടെ യൂസ് ചെയ്യുന്നത് ചെറിയൊരു സ്റ്റാമ്പ് പാഡാണ്. സ്റ്റാമ്പ് പാഡിൽ പ്രസ് ചെയ്ത ശേഷം എല്ലാ വിരലുകളിലും ആവശ്യത്തിന് ഇങ്ക് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ പരിശോധിക്കുക. ഓക്കെ ആണ് എങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ആയതുകൊണ്ട് വൈറ്റ് പേപ്പറിൽ ലെഫ്റ്റ് ഹാൻഡ് എന്ന് എഴുതിയതിൻ്റെ മുകളിലായി പ്ലേസ് ചെയ്ത് ഓരോ വിരലുകളുടെയും ഫിംഗർ പ്രിൻറ്റ് കൃത്യമായിട്ട് പേപ്പറിൽ പതിയുന്ന രൂപത്തിൽ പ്രസ് ചെയ്യുക. ഒരിക്കലും വിരലുകൾ രണ്ട് വശങ്ങളിലേക്കും കൂടുതലായിട്ട് മൂവ് ചെയ്യരുത്. കൂടാതെ ഓവറായിട്ട് പ്രസ് ചെയ്യുകയും വേണ്ട. ഇപ്പോൾ വിദ്യാർത്ഥിയുടെ ലെഫ്റ്റ് ഹാൻഡ് ഫിംഗേഴ്സ് ആൻഡ് തമ്പ് ഇംപ്രഷൻ പേപ്പറിൽ പതിഞ്ഞതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഇപ്പോൾ രണ്ട് കൈകളിലുമുള്ള 10 വിരലുകളുടെ ഫിംഗർ പ്രിൻറ്റ് വൈറ്റ് പേപ്പറിൽ പതിഞ്ഞതായി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഇത് ഒന്നുകിൽ ഇമേജ് സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫോട്ടോ എടുക്കുക. ഞാനിവിടെ മൊബൈൽ ഉപയോഗിച്ച് ഫോട്ടോ എടുത്തതാണ്. ഇതെങ്ങനെ 10 KBക്കും 200 KBക്കും ഇടയിലുള്ള JPEG ഫയൽ ഫോർമാറ്റിലാക്കി മാറ്റും എന്നുള്ള കാര്യം നോക്കാം. അതിനായി റീസൈസ് പിക്സൽ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനു പകരം മറ്റ് വെബ്സൈറ്റുകളും മറ്റ് ആപ്ലിക്കേഷനുകളും ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ കൈവശമുള്ള ഇമേജിൻ്റെ ഫയൽ സൈസ് 200 KBയിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതിയാകുന്നതാണ്. ഇവിടെ അപ്ലോഡ് ഇമേജ് എന്നൊരു ലിങ്ക് കാണാം. അതിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എടുത്ത ഇമേജ് വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുക. അല്പം സമയമെടുത്ത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് ഇമേജ് അപ്ലോഡ് ആകുന്നതായി കാണാം. ഇനി നിങ്ങളുടെ ഇമേജ് എത്ര KB ആക്കി മാറ്റണം, അതിനുവേണ്ടി ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ 190 KB എന്നാണ് നൽകിയത്. എന്നിട്ട് കംപ്രസ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. ഇനി ഫയൽ ഡൗൺലോഡ് ചെയ്യാനായി താഴെ വലതുവശത്തായി ഗോ ടു ഡൗൺലോഡ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. പിന്നീട് അവിടെ തന്നെ ഡൗൺലോഡ് ഇമേജ് എന്നൊരു ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ പ്രസ് ചെയ്യുക. ഉടൻ തന്നെ നല്ല ക്ലാരിറ്റിയോട് കൂടിയ ഇമേജ് നിങ്ങളുടെ മൊബൈലിലേക്ക് അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്ക്, ഏതാണ് നിങ്ങൾ ഉപയോഗിച്ചത് അതിലേക്ക് ഡൗൺലോഡ് ആവുന്നതാണ്. ഇനി വേണമെങ്കിൽ നിങ്ങളുടെ ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തു നോക്കിയാൽ എത്ര KB ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.